ഈ ഒരു യുദ്ധത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നത് അമേരിക്ക തന്നെയാണെന്ന് പറയാൻ. ബില്യൺ കണക്കിന് ഡോളർ ലാഭമാണ്, ഇപ്പോൾ അധിക ലാഭമാണ് അമേരിക്കൻ എണ്ണ കമ്പനികൾ ഈ യുദ്ധ സാഹചര്യത്തിൽ ഈടാക്കുന്നത് എന്ന് വേണം കരുതാൻ. ഇറാനിപ്പോ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ലോകത്തെ മുഴുവൻ ഞങ്ങൾ പട്ടിണിയിലാക്കും, ഒരു തുള്ളി എണ്ണ പോലും ലോകത്തിന് കിട്ടാത്ത അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് എത്രയോ ദൂരെ മാറിയാണ് ഈ സ്ഥലം. ഒരു തരത്തിലും ഈ അറ്റാക്കുകളൊന്നും യുദ്ധങ്ങളോ ഒന്നും ഒരു വെടിയും പുകയും ഒന്നും അമേരിക്കയെ ബാധിക്കാൻ പോകുന്നില്ല. ആ രാജ്യത്തിന് ഒരു പ്രശ്നവുമില്ല. ട്രംപ് മനസ്സിൽ വിചാരിക്കുന്നത് യുദ്ധം തുടരട്ടെ, ഇറാൻ ഗൾഫ് മേഖല ആക്രമിക്കട്ടെ, ഹോർമുസ് അടഞ്ഞു കിടക്കട്ടെ, ഒക്കെ നമുക്ക് ഡോളറാണെന്ന് തന്നെയായിരിക്കും. എല്ലാ രാജ്യങ്ങളും ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാതെ അമേരിക്കയിലേക്ക് വാങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫിജി, ഇറാൻ അമേരിക്ക യുദ്ധം 12 ദിവസം എത്തി നിൽക്കുകയാണ്. അതായത് ഫെബ്രുവരി 27 തുടങ്ങിയ യുദ്ധം ജൂൺ 15 കരാർ വന്നു, വെടിനിർത്തൽ തുടങ്ങി. പിന്നെ വീണ്ടും അമേരിക്ക യുദ്ധം ആരംഭിച്ചിട്ട് ഇപ്പോൾ 12 ദിവസം കഴിയാണ്. ഇപ്പൊ ഈ 12ാമത്തെ ദിവസവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാൻ തകർന്നു, ഇറാൻ ഇനി ബാക്കിയില്ല, ഇറാന്റെ മുഴുവൻ പരിപ്പും നമ്മൾ എടുത്തു എന്ന മട്ടിലാണ്. പക്ഷെ ഇറാൻ ആകട്ടെ ഈ പറയുന്ന ഗൾഫ് മേഖലയിലേക്ക് മുഴുവൻ ശക്തമായ ആക്രമണം നടത്തുന്നുണ്ട്. നല്ല തിരിച്ചടി ഹോർമുസ് കടലിടുക്കിൽ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ മണിക്കൂറിലും സൗദി അറേബ്യയുടെ ഒരു കപ്പൽ ഹോർമുസിൽ അഗ്നിക്കിരയായി ഇറാൻ ആക്രമിച്ചതാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ നിർണായകമായൊരു പ്രഖ്യാപനം ഇറാന്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും ഞങ്ങൾ കീഴടക്കി കഴിഞ്ഞു, ഇനി ആർക്കും അതിലെ ഞങ്ങളുടെ അനുമതിയില്ലാതെ കപ്പലുകൾ കൊണ്ടുപോകാൻ കഴിയില്ല. അതായത് അമേരിക്ക അതുവഴി കപ്പലുകൾക്ക് സംരക്ഷണം നൽകും എന്ന് പറഞ്ഞതും നടക്കാൻ പോകുന്നില്ല. ഞങ്ങളുടെ അനുമതി ഉണ്ടെങ്കിൽ, ഞങ്ങൾ അനുവദിച്ചാൽ മാത്രമേ അതിലെ പോകൂ, അമേരിക്ക എല്ലാവരും പറഞ്ഞാലും ഈ ഒരു കപ്പലും അതിലെ പോകില്ല എന്ന് തീർത്ത് പറയുകയാണ്. അതേസമയം തന്നെ മറ്റൊരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ മറ്റൊരു വിവരം ഈ ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നത്, ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളായിട്ടുള്ള ഹൂത്തികൾ അവര് ചെങ്കടലിലെ ബാബൽ മന്ദബ്, സൂയസ് കനാലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ കടലിടുക്കും അടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ 2 പ്രധാനപ്പെട്ട കപ്പൽപാതകൾ അടയുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരെണ്ണം അടഞ്ഞു കിടക്കുന്നു കുറേ നാളുകളായിട്ട്, മറ്റൊന്ന് അടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതൊരു യുദ്ധത്തിന്റെ ബേസിൽ ചർച്ച ചെയ്യുമ്പോൾ അത് ആക്രമണം പ്രത്യാക്രമണം എന്ന രീതിയിൽ കാണാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത് സാമ്പത്തികമായി വാണിജ്യപരമായി ലോകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്ക്. അതേക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ഇപ്പം ഈ 2 കടലിടുക്കുകളും അടയ്ക്കുന്ന സാഹചര്യം, പ്രത്യേകിച്ച് ഹോർമുസിൽ ഇപ്പോഴും ഈ സ്ഥിതി തുടരുന്ന സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ രാജ്യത്തിന്, ഇന്ത്യക്ക് അത് ഏതൊക്കെ തരത്തിലായിരിക്കും ഇനി അങ്ങോട്ട് ബാധിക്കാൻ പോവുക? ഇത് രാജ്യത്തെ ഇപ്പോൾ തന്നെ ബാധിച്ചു തുടങ്ങി എന്ന് വേണം കരുതാൻ. പക്ഷേ ഈ അനിശ്ചിത കാലത്തേക്ക് ഈ യുദ്ധ സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുന്നത് രാജ്യത്തെ സംബന്ധിച്ച് ഒട്ടും നല്ല കാര്യമല്ല എന്നുള്ളതാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ, സമ്പദ്ഘടനയ്ക്ക് തന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് എണ്ണവിലയുമായി കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഇറാൻ പറയുന്നു ഹോർമുസ് കടലിടുക്കിന്റെ ആധിപത്യം ഞങ്ങൾ കാണുന്നു, അമേരിക്ക പറയുന്നു ഞങ്ങൾ കാണുന്നു. അപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം എന്താണ്? അവിടെ സംഘർഷ സാഹചര്യം തന്നെയാണ്. അവിടെ ഒരു രാജ്യത്തിന്റെ കപ്പൽ എങ്ങനെ കടന്നു പോകും? അതിന് ആരുടെ കൺട്രോൾ ആയിരിക്കും ഉണ്ടാവുക? ഏത് രാജ്യത്തിന്റെ ഒരു അധീനതയായിരിക്കും അതിനുണ്ടാവുക? ഒരു മേൽനോട്ടം അല്ലെങ്കിൽ ഒരു സുരക്ഷ അല്ലെങ്കിൽ ഏത് രാജ്യത്തിന്റെ വെല്ലുവിളിയായിരിക്കും ആ കപ്പലിനുണ്ടാവുക? ഇതൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇപ്പൊ നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ച് 85% എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. അമേരിക്ക ഇക്കാര്യത്തിലൊക്കെ കൂടുതൽ തടയിട്ട് വെക്കുന്ന സാഹചര്യമുണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് എല്ലാ കച്ചവടവും അമേരിക്കയിൽ നിന്ന് നടക്കണം എന്നുള്ളതാണ് അവരെപ്പോഴും ആഗ്രഹിക്കുക. ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചപ്പോൾ ഇരട്ടി ചുങ്കമൊക്കെ ഏർപ്പെടുത്തി രാജ്യത്തെ സമ്മർദ്ദപ്പെടുത്തുന്ന നിലപാട് ആയിരുന്നു. മോദി വളരെ നൈസർഗികമായി അതിന് വഴങ്ങി കൊടുക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു. അപ്പോ എല്ലാം ട്രംപിനോട് ചോദിച്ചിട്ട് ചെയ്യുക എന്നുള്ളൊരു പഴഞ്ചൊല്ലൊരു വാക്കുപോലും അതിൽ നിന്ന് ഉത്ഭവിച്ചു എന്നുള്ളതാണ്. അപ്പോ രാജ്യത്ത് അത്തരത്തിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. രാജ്യത്തെ സമ്പദ്ഘടനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. കാരണം രാജ്യത്തെ വിലക്കയറ്റം ഉണ്ടാകുന്നു, പണപ്പെരുപ്പം ഉണ്ടാകുന്നു, സമ്പദ്ഘടന താളം തെറ്റും. ഇതൊക്കെയാണ് സംഭവിക്കുക. അത് ഈ അനിശ്ചിതത്തിന് ഒരു അവസാനം ഉണ്ടാക്കാത്തിടത്തോളം കാലം രാജ്യത്തെ എണ്ണ വിപണിയുമായി ബന്ധപ്പെട്ട് ഇന്ധനവില നമുക്കറിയാമോ, ഇപ്പോൾ നാട്ടുകാരെ അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾ വരെ പറയുന്നതാണ്. രാജ്യത്ത് എണ്ണ വില കൂടിക്കഴിഞ്ഞാൽ വിലക്കയറ്റം ഉണ്ടാകും, അല്ലെ? പെട്രോൾ വില കൂടി കഴിഞ്ഞാൽ എല്ലാത്തിനും വില കൂടും, പച്ചക്കറിക്ക് കൂടും, പലചരക്കിന് കൂടും, എല്ലാത്തിനും കൂടും. ഇത് പെട്ടെന്ന് തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് എത്രമാത്രമായിരിക്കും തീവ്രമായി ഒരു രാജ്യത്തെ ബാധിക്കുക എന്നുള്ളത് വലിയ
പ്രശ്നം ഗുരുതരമായ ഒരു കാര്യമാണ്. കാരണം ഈ യുദ്ധം അവസാനിക്കുന്നില്ല. എത്ര നാൾ പോകുന്തോറും ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്ത്യ മാത്രമല്ല മറ്റ് കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളൊക്കെ ഒന്ന് കര കയറി വരാൻ, അവരുടെയൊക്കെ ആഘാതം എത്രമാത്രം ഉണ്ട് എന്ന് വ്യക്തമായി വരാൻ, അതിനെ മറികടക്കാനൊക്കെ വർഷങ്ങൾ വേണ്ടിവരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ലോകത്തിന് മുന്നിൽ ഇതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് ഈ യുദ്ധം. എങ്ങനെ പരിഹരിക്കും, എങ്ങനെ അവസാനിപ്പിക്കും, എന്നവസാനിക്കും, ആരവസാനിക്കും, എവിടെയാണ് ഇതൊരു മാറ്റം, ഈ സ്ഥിതിവിശേഷത്തിന് എന്നാണ് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവുക, ഇങ്ങനെ ഒരുപാട് ആശങ്കകളിൽ ഊന്നിയ ചോദ്യങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പൊ ഇതിനിടയിൽ എനിക്ക് തോന്നുന്നു അമേരിക്ക തന്ത്രപരമായൊരു ഗെയിം പ്ലാൻ, ഒരു ബിസിനസ് ഗെയിം ഇതിനകത്ത് കളിക്കുന്നുണ്ട്. അതായത് എങ്ങനെ നോക്കിയാലും അമേരിക്കയ്ക്ക് ഇതിൻ്റെ അകത്തൊരു ലാഭമുണ്ട്. എന്താണ് അതിനെ കുറിച്ച് തോന്നുന്നത്? അത് വളരെ വ്യക്തമാണ്. ബില്യൺ കണക്കിന് ഡോളർ ലാഭമാണ്, ഇപ്പോൾ അധിക ലാഭമാണ് അമേരിക്കൻ എണ്ണ കമ്പനികൾ ഈ യുദ്ധ സാഹചര്യത്തിൽ ഈടാക്കുന്നത് എന്ന് വേണം കരുതുക, അല്ലെങ്കിൽ നേടിയെടുക്കുന്നത്. സുന്ദരമായ എണ്ണ കച്ചവടം നടക്കുകയാണ്. അമേരിക്ക അതിനു വേണ്ടി വഴിതെളിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റു വഴികളൊക്കെ അടച്ച് അവരുടെ എണ്ണ വഴികളിലേക്ക് മാത്രം രാജ്യങ്ങളെ നയിക്കുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ പ്രശ്നബാധിത സ്ഥലങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ എണ്ണ ഉൽപാദനവും വിതരണവും ഒക്കെ നടക്കുന്നത്. അവിടെ പ്രതിസന്ധി നിൽക്കുന്നതിനാൽ, യുദ്ധ സാഹചര്യം നിൽക്കുന്നതിനാൽ അവിടെ നിന്ന് എണ്ണ വാങ്ങാനും ഈ ഗതാഗത മാർഗങ്ങൾ, വിതരണ മാർഗങ്ങൾ, ശൃംഖലകൾ, സപ്ലൈ ചെയിനുകൾ മുഴുവൻ തടസ്സപ്പെട്ടിരിക്കുകയാണ്, ഹോർമുസ് കടലിടുക്ക് പോലെ. അതുകൊണ്ട് ചരക്ക് ഗതാഗതം നടക്കുന്നില്ല. അപ്പോ ഈ യുദ്ധം നടക്കുന്നതോ ഈ ഗൾഫ് രാജ്യങ്ങളെ പല കേന്ദ്രീകരിച്ചാണ്. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് എത്രയോ ദൂരെ മാറിയാണ് ഈ സ്ഥലം. ഒരു തരത്തിലും ഈ അറ്റാക്കുകളൊന്നും, യുദ്ധങ്ങളോ ഒന്നും, ഒരു വെടിയും പുകയും ഒന്നും അമേരിക്കയെ ബാധിക്കാൻ പോകുന്നില്ല. ആ രാജ്യത്തിന് ഒരു പ്രശ്നവുമില്ല. അവരുടെ ഗതാഗത സംവിധാനങ്ങളെ ഇത് ബാധിച്ചിട്ടില്ല. എല്ലാ രാജ്യങ്ങളും ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാതെ അമേരിക്കയിലേക്ക് വാങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായി അവർ അത് മുതലാക്കുന്നു, എണ്ണ വലിയ വിലയ്ക്ക് വിൽക്കുന്നു എന്നുള്ളതാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പോകുന്നവരെ അവർ പല രീതിയിൽ വിലക്കുന്നു. കാരണം നമ്മളെ രാജ്യത്ത് ഇന്ത്യയെ പോലെ ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. അവർക്ക് ഈ അമേരിക്കയുടെ അധീശത്വം നിലനിൽക്കുന്ന രാജ്യങ്ങൾക്ക് എളുപ്പത്തിൽ റഷ്യയുമായി ഒരു ഇടപാടിന് സാധ്യമല്ല. അവിടെ കൂടുതൽ വിലക്കുകൾ പ്രഖ്യാപിക്കപ്പെടും, ഉപരോധങ്ങൾ ഏർപ്പെടുത്തും. അങ്ങനെയൊക്കെയാണ് അമേരിക്ക മറ്റു രാജ്യങ്ങളെ നിലയ്ക്ക് നിർത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അമേരിക്ക എണ്ണ കമ്പനികൾ അവരുടെ ഒരു എണ്ണ ഉൽപാദനത്തിൽ ഒരു പ്രത്യേക സാങ്കേതിക വിപ്ലവം തന്നെയുണ്ട്. ഷേൽ വിപ്ലവം എന്നാണ് പറയുക. മറ്റ് രാജ്യങ്ങളൊക്കെ, പശ്ചിമേഷ്യൻ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളൊക്കെ ഭൂമി കുഴിച്ച് ചുരന്ന് എണ്ണ ക്രൂഡ് എടുത്ത് അങ്ങനെ അത്തരത്തിൽ പ്യൂരിഫൈ ചെയ്ത് എണ്ണ ഉൽപാദനം നടത്തുന്ന ഒരു സാങ്കേതിക വിദ്യയാണെങ്കിൽ, അമേരിക്ക എണ്ണ ഉൽപാദനം ഒരു ഷേൽ മലനിരകൾ, പാറക്കെട്ടുകളിൽ നിന്നാണ് അവർ എണ്ണ ഉൽപാദനം നടത്തുന്നത്. അവർക്ക് രാജ്യത്ത് അങ്ങനെ ലഭിച്ചിരിക്കുന്ന ഒരു സാധ്യതയാണ്, ഒരു ജിയോഗ്രാഫിക് സാഹചര്യമാണ് അത്. ഷേൽ പാറകളിൽ നിന്ന്, പാറക്കെട്ടുകൾ തുറന്നാണ് അവർ എണ്ണ എടുക്കുന്നത്. അവിടുന്ന് സ്വീറ്റ് ക്രൂഡ് ആണ് ലഭിക്കുന്നത്. സ്വീറ്റ് ക്രൂഡ് മീൻസ് അത് റിഫൈൻ ചെയ്യാൻ, പ്യൂരിഫൈ ചെയ്യാൻ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ പെട്രോളായിട്ട്, ഡീസലായിട്ടോ അല്ലെങ്കിൽ മറ്റു ഉൽപ്പന്നങ്ങളായിട്ടോ ഒക്കെ തരംതിരിക്കാൻ കഴിയും. അതുകൊണ്ട് സ്വീറ്റ് ക്രൂഡിന് ലോകത്ത് വില കൂടുതലാണ് ഉള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ അതിന് ഇരട്ടി വില, അല്ലെങ്കിൽ 2 ഇരട്ടി 10 ഇരട്ടി വില കൊടുത്താലും വാങ്ങാൻ ആളുകളുണ്ട്, രാജ്യങ്ങളുണ്ട് എന്നുള്ളതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ നേട്ടം. അങ്ങനെ അതായത് ഉൽപാദന ചെലവ് അങ്ങനെ തന്നെ നിൽക്കുന്നു. ഇപ്പോൾ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് യുദ്ധ സാഹചര്യം നിൽക്കുന്നതുകൊണ്ട് ഉൽപാദന ചെലവ് കൂടുതലുമാണ്. വലിയ സംഘർഷങ്ങളിൽ നിന്നാണ് അവർ എണ്ണ ഉൽപാദനം നടത്തുന്നത്. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ച് ആ പ്രശ്നമില്ല. സാധാരണ നേരത്തെ തുടർന്ന് പോകുന്നിരുന്ന രീതിയിലുള്ള സാധാരണഗതിയിലുള്ള ഉൽപാദനം കൂടുന്നില്ല. ഉൽപാദന ചെലവ് കൂടുന്നില്ല, പക്ഷെ ലാഭം കൂടുന്നു. നമ്മൾ അതിനെ വിൻഫോൾ പ്രോഫിറ്റ് എന്ന് പറയും. ഒരു 50 രൂപയുടെ സാധനം 100 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ ഇരട്ടി ലാഭമാണല്ലോ, അത് വിൻഫോൾ പ്രോഫിറ്റ് എന്ന് പറയും. അങ്ങനെ ഇരട്ടി ലാഭത്തിലും അതിനപ്പുറം ലാഭത്തിലുമാണ് അമേരിക്ക ഇപ്പോൾ എണ്ണ കച്ചവടം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നത് അമേരിക്ക തന്നെയാണെന്ന് പറയാൻ അസന്നിഗ്ധമായി പറയാൻ കഴിയും. ഇതിലിപ്പോ യുദ്ധം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവുക, ഇറാനെ പ്രൊവോക്ക് ചെയ്ത് ഈ യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു തന്ത്രമാണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ സംശയിച്ചാലും കുറ്റം പറയാൻ കഴിയില്ല. കാരണം അവർക്ക് നഷ്ടമൊന്നുമില്ല, രാജ്യത്തിന് നേട്ടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർക്ക് രാജ്യത്തിന് നേരെ ആക്രമണം വരില്ല എന്നൊരു അഷ്വറൻസ് ഉണ്ട്. ഒരു തരത്തിലുമുള്ള അത്തരത്തിലാണ് ഇപ്പോൾ അമേരിക്കക്ക് അവർ പറഞ്ഞു പരത്തി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ലോകം മുഴുവൻ നശിക്കും എന്നുള്ള തരത്തിലാണ് അമേരിക്ക പറഞ്ഞ് ജനങ്ങളെ, രാജ്യങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പേടിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ അമേരിക്ക ഒരു ഒറ്റ നിലപാടുമായി മുന്നോട്ട് പോകുന്നു. മറ്റു രാജ്യങ്ങൾ എന്തിനെങ്കിലും ശ്രമിച്ചാൽ
അവരെ അനുനയിപ്പിക്കാനും ചർച്ച നടത്തി കാര്യങ്ങളെ വഴിതിരിച്ചുവിടാനും ഒക്കെ മറ്റു രാജ്യങ്ങളിൽ ഒത്തുകൂടുന്നു, ചില രാജ്യാന്തര കൂട്ടായ്മകൾ ഒത്തുകൂടുന്നു. പക്ഷേ ട്രംപിന്റെ നയങ്ങളുമായി കച്ചവട മനോഭാവമായി മുന്നോട്ട് പോകുന്നു. അപ്പൊ ഇതിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് ഉണ്ടാകുന്ന ഡാമേജ്, ഞാൻ പറയുന്നത് ഇപ്പൊ അമേരിക്കയിൽ നിന്ന് ക്രൂഡ് അല്ലെങ്കിൽ ഓയിൽ എണ്ണ കുറെ രാജ്യങ്ങൾ വാങ്ങുന്നു, അതുമായി ചിലപ്പോൾ കരാർ ഒപ്പിടേണ്ടി വരും. അപ്പൊ അങ്ങനെ ഏറെക്കാലം ഗൾഫിൽ നിന്നുള്ള ഇന്ധനം അല്ലെങ്കിൽ എണ്ണ പുറത്തേക്ക് പോകാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും യുദ്ധം അവസാനിച്ചാൽ പോലും ആ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ? ഒപ്പം ഈ ഗൾഫ് രാജ്യങ്ങളിലെ പ്രതിസന്ധി, ഇതാണല്ലോ അവരുടെ ഏറ്റവും വലിയ വരുമാനം. അപ്പൊ അത് നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ ഒരു പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാവും? അതെ, ഇപ്പോൾ എണ്ണ ഉൽപാദനത്തെ ആശ്രയിച്ചാണ് ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ വളർച്ച പ്രാപിച്ചത് എന്ന് നമുക്കറിയാം. എണ്ണയായിരുന്നു അവരെ ആ രാജ്യങ്ങളെയൊക്കെ വളർത്തിയെടുത്തത്. അതിനെ തുടർന്നാണ് അവിടെ കൂടുതൽ വികസനങ്ങളും ഇൻഡസ്ട്രികളും മറ്റു വ്യവസായങ്ങളും ഐ.ടിയും അല്ലെങ്കിൽ ഒക്കെ വന്നത്. കൂടുതൽ നിർമ്മാണ മേഖല ശക്തിപ്പെട്ടത്, കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യാൻ എത്തിയത്. നമ്മുടെ പ്രവാസി മലയാളികളൊക്കെ എത്രയോ പേരാണ് അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലൊരു തൊഴിൽ സാഹചര്യം ഒരുങ്ങിയതുമൊക്കെ അവർക്ക് മറ്റൊന്നുമില്ല, കൃഷി ചെയ്ത് ജീവിക്കാൻ സാഹചര്യമില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിളവെടുക്കാൻ സാഹചര്യമില്ല, മറ്റൊന്നുമില്ല. അവരുടെ ഏക വരുമാനം എണ്ണ തന്നെയായിരുന്നു. അതിന് നിലനിൽപ്പിന് ഭീഷണിയാവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറാൻ തന്നെ ഒരു ആക്രമണം നടത്തുമ്പോൾ എവിടെയാണ് ലക്ഷ്യമിടുന്നത്? കൂടുതൽ ഇവര് വലിയ കവചം അവിടെ ഏതെങ്കിലും വളരെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു ഈ എണ്ണപ്പാടങ്ങളിൽ. ഏത് നിമിഷം വേണേലും എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ആക്രമണം ഉണ്ടാകുക. അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായ കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു രാജ്യത്ത് ഒരു ആക്രമണം, ഒരു യുദ്ധം വരികയാണെങ്കിൽ അവിടെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലത്തായിരിക്കുമല്ലോ ഒരു ആക്രമണം പതിക്കുക. ഇറാൻ ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ലോകത്തെ മുഴുവൻ ഞങ്ങൾ പട്ടിണിയിലാക്കും, ഒരു തുള്ളി എണ്ണ പോലും ലോകത്തിന് കിട്ടാത്ത അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഏറ്റവും വലിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അതെ, അതാണ് ഈ അമേരിക്കയും അല്ലെങ്കിൽ ട്രംപും ഇറാനും തമ്മിലുള്ള വാക്പോരിന്റെ ഭാഗമാണ്. അതെങ്കിൽ കൂടെ ഇത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ എല്ലാവരെയും പട്ടിണിയിലാക്കുമെന്ന് പറയുന്നത്. അതിനുള്ള പദ്ധതി ആലോചിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള സൂചന കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വിരട്ടുകയാണ്. ആ വിരട്ടിലും ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ എത്ര അറ്റാക്ക് നടന്നിട്ടും ഈ ഗൾഫ് രാജ്യങ്ങളൊന്നും മറിച്ചൊരു അറ്റാക്കിന് തയ്യാറാകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, അമേരിക്കൻ എംബസികൾ അല്ലെങ്കിൽ അമേരിക്കൻ തന്ത്രപ്രധാന സ്ഥലങ്ങൾ, ബേസുകളൊക്കെ കേന്ദ്രീകരിച്ചാണ് ആക്രമണം എന്ന് പറയുമ്പോഴും മറ്റൊരു രാജ്യത്താണ് ഈ ആക്രമണം നടക്കുന്നത്. ആ ഒരു രാജ്യം തിരിച്ചൊരു ആക്രമണത്തിന് ശ്രമിക്കുന്നില്ല കാര്യമായി എന്നുള്ളതാണ്. അപ്പോ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കേണ്ട, ആ രാജ്യത്തിന്റെ എണ്ണ ഉൽപാദനത്തെ, സമ്പദ്ഘടനയെ ഇതൊന്നും കാര്യമായി ബാധിക്കാതെ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ആ രാജ്യങ്ങളും ഇപ്പോഴും ശ്രമിക്കുന്നത്. അപ്പൊ ഇതില് ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇപ്പൊ ഈ ഡോളറിന്റെ വില അല്ലെങ്കിൽ ഡോളറിന്റെ മൂല്യം അതിനെന്തെങ്കിലും തകരാറുണ്ടായി അമേരിക്കയെ ഈ സാമ്പത്തിക പ്രതിസന്ധി വരിഞ്ഞു മുറുക്കാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത കാണുന്നുണ്ടോ? ഇല്ല, എണ്ണവില കൂടിയാൽ അത് ഡോളറിനും വില ഉയരും. ഇപ്പം ഡോളറിന് വില ഉയർന്നു തന്നെ നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എണ്ണവില ഇപ്പോൾ $90 ബാരലിന് 90 അമേരിക്കൻ ഡോളറിന് മുകളിലായിരിക്കുന്നു. ആ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് ആശങ്കയില്ല. ഡോളർ ശക്തിപ്പെട്ട് തന്നെ ഇരിക്കുകയാണ്. ഇപ്പോ ഇന്ത്യയുടെ രൂപയുമായി തട്ടിച്ചു നോക്കുമ്പോൾ രൂപയുടെ മൂല്യം കുറഞ്ഞു, കഴിഞ്ഞ ദിവസവും കുറഞ്ഞു, 14 പൈസ കുറഞ്ഞു. അപ്പോ ഡോളർ ശക്തിപ്പെടുന്നു, അമേരിക്കയുടെ എണ്ണ വിൽപ്പനയും ശക്തിപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ ശരിക്കും ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടാകും, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇപ്പൊ അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നതിനപ്പുറം വേറൊരു നഷ്ടവും ഇല്ല എന്ന് കരുതേണ്ടി വരും? ഇത് ഒരു ലോകമഹായുദ്ധത്തിലേക്കൊക്കെ പോയാൽ മാത്രമേ അതിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ അമേരിക്കയ്ക്ക് എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ തുല്യശക്തികരായ രാജ്യങ്ങൾ ആക്രമിക്കണം, തിരിച്ച് റഷ്യ നേർക്ക് നേർ ആക്രമണം വരാത്ത സാഹചര്യത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഇറാൻ സൂചിപ്പിക്കുന്നത് പോലെ ഇറാന്റെ പക്കൽ ആണവായുധമുണ്ട് എന്നാണല്ലോ വയ്പ്. അപ്പോൾ അത്തരത്തിൽ ഇറാൻ എന്തെങ്കിലും കടുത്ത കൈ നടത്തിയാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലാത്ത പക്ഷം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ അതിനൊക്കെ ഒരു കാലയളവും ഒരു ഘട്ടവും ഒക്കെ ഉണ്ട്. പെട്ടെന്നൊന്നും ഒരു ജനതയെ അല്ലെങ്കിൽ സ്വയം ഇല്ലാതാകുന്ന പ്രവൃത്തിയാണ്. അതെ, അപ്പം അവരുടെ ജനതയെ നശിപ്പിക്കും, എല്ലാവരും നശിക്കുന്ന ഒരു തീരുമാനത്തിലേക്കൊന്നും പെട്ടെന്ന് ഒരു രാജ്യവും ഒന്നും പോകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ട്രംപ് ഒരു നാടകം കളിക്കുകയാണെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. അതെ, പക്ഷെ ഈ ആണവായുധ നശീകരണത്തിനും അതിനെ ചെറുത്തു നിൽക്കാനുമുള്ള പല മാർഗങ്ങളും അല്ലെങ്കിൽ ഉപകരണങ്ങളും ഒക്കെ മറു രാജ്യങ്ങളും സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നമുക്ക് അതിനെക്കുറിച്ചും ഒരു വ്യക്തതയില്ലല്ലോ. ഇതിലിപ്പോ ട്രംപിനെ സംബന്ധിച്ച് യുദ്ധം നടക്കുന്നു, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇറാനെ വെല്ലുവിളിക്കുന്നു, ഹോർമുസ് തുറക്കണമെന്ന് പറയുന്നു, ഇറാനെ തകർക്കുമെന്ന് പറയുന്നു, നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ട്രംപ് മനസ്സിൽ വിചാരിക്കുന്നത് യുദ്ധം തുടരട്ടെ, ഇറാൻ ഗൾഫ് മേഖല ആക്രമിക്കട്ടെ, ഹോർമുസ് അടഞ്ഞു കിടക്കട്ടെ,
ഒക്കെ നമുക്ക് ഡോളറാണെന്ന് തന്നെ ആയിരിക്കും. തീർച്ചയായും ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല. അവർ ഡോളർ കരുത്താർജിച്ച് നിൽക്കുകയാണ്, സംശയമില്ല. എണ്ണ ഉൽപാദന സുഗമമായി നടക്കുന്നുണ്ട്, എണ്ണ കച്ചവടം ഇരട്ടി വിലയ്ക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ സാമ്പത്തികമായി യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ രാജ്യത്ത് തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായേനെ. ഇപ്പം ട്രംപിനെ സംബന്ധിച്ച് അവരുടെ രാജ്യത്ത് തന്നെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഈ ചില നിലപാടുകൾ പരോക്ഷ പാർട്ടികളൊക്കെ ഉന്നയിക്കുന്നു, ഡെമോക്രാറ്റിക് പാർട്ടിയൊക്കെ ഉന്നയിക്കുന്നതിനപ്പുറം തുടരരുത് എന്ന നിലയിൽ അവിടെ വലിയ ആവശ്യങ്ങളുണ്ടായിരുന്നു. സെനറ്റിൽ പ്രമേയം പാസ്സായതൊക്കെ. പക്ഷെ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ ഇത് ബാധിക്കുന്നില്ല. ഇല്ല, അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നില്ല, അവരുടെ ഉൽപാദനത്തെ ബാധിക്കുന്നില്ല, വളർച്ചയെ ബാധിക്കുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ അവിടുത്തെ രാജ്യങ്ങളിൽ ജനങ്ങൾ ഇപ്പോഴും സുരക്ഷിതരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സമ്പദ് വ്യവസ്ഥയും സുരക്ഷിതരാണ്. ട്രംപ് സമ്പദ്ഘടന സുരക്ഷിതമാണ്. ഒരു പക്ഷേ ഈ യുദ്ധം ഇറാൻ എത്ര തിരിച്ചടിച്ചാലും, ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം നടത്തിയാലും, ഹോർമൂസിൽ ആക്രമണം നടത്തിയാലും ഒക്കെ ട്രംപിന്റെ പണപ്പെട്ടി അല്ലെങ്കിൽ അമേരിക്കയുടെ പണപ്പെട്ടി നിറഞ്ഞു കവിയുന്ന സാഹചര്യമാണ് ആത്യന്തികമായി ഉണ്ടാകുന്നത് എന്ന് പറയേണ്ടി വരും. അത് ഏത് സാഹചര്യത്തിലും ഒരു കടുത്ത പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മറ്റൊരു ലോകരാജ്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തിടത്തോളം കാലം തീർച്ചയായും അത് അമേരിക്ക അത് ചെറുത്ത് നിൽക്കുകയും ചെയ്യും. അന്തിമ വിജയമൊക്കെ ആർക്കായിരിക്കും എന്ന് നമുക്ക് പറയാനും കഴിയില്ല. അങ്ങനെ ഒരു സർവനാശമാണെങ്കിൽ അങ്ങനെ. പക്ഷേ അല്ലാത്തിടത്തോളം കാലം ഇതിങ്ങനെ തുടർന്നു പോവുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് ആത്യന്തികമായി വലിയ നേട്ടം തന്നെയാണ്.